കണ്ണനാ എന്റെ മൂത്ത മോൻ. പിന്നെ എനിക്കൊരു മോളുണ്ട്, നിന്നെ പോലെ വയറ്റിൽ ഒരു കുഞ്ഞുമായിട്ട് നടക്കുന്ന എന്റെ മഞ്ജു. അവള് മതി ഇനി എനിക്ക്. ദേ, കൂടുതൽ സമയം നീ ഇവിടെ നിക്കണ്ട, പോവാൻ നോക്ക്. അല്ലെങ്കിലേ ദേ തിളച്ച വെളിച്ചെണ്ണയാ അത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലും നോക്കാതെ മോന്തയ്ക്ക് കോരി ഒഴിക്കും ഞാൻ. പൊക്കോണോ ഇവിടുന്ന്. പിന്നെ അവള് പലഹാരം കഴിക്കാൻ വന്നിരിക്കുന്നു. ഇവക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കലല്ലേ എന്റെ ജോലി. കേറി പോടി. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നേ? ദേ വീണ്ടും വന്നിരിക്കുവാ. മോളെ, ഞാൻ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളാം. ദേ, ഇത് കുറച്ച് പലഹാരങ്ങളാ, ഞാൻ മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്. മോളിത് വാങ്ങണം. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുവാ.
ഇതിനകത്തെ കഴിക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ കൊണ്ടുവന്ന പലഹാരം നല്ലതായാലും മോശമായാലും ശരി, ഇവളത് വാങ്ങിച്ചാലും ശരി, ഇവളെ കൊണ്ട് ഞാനത് കഴിപ്പിക്കില്ല. മോനെ, കരുണയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അവള് കൊതിയോടെ വന്നപ്പോ പോലുവേ ഞാൻ പറഞ്ഞത് എന്റെ മോൾക്കുള്ളത് എടുത്ത ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോളാനാ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് എന്നെ ഇതെല്ലാം അങ്ങ് കൊടുത്തുവിടായിരുന്നോ? അവള് കഴിക്കട്ടെ. ഇവളുടെ അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ വീട്ടിൽ കയറ്റുമായിരുന്നോ? അത് ഉണ്ണിയുടെ തീരുമാനമാ. ഉണ്ണിയുടെ തീരുമാനമൊന്നും അല്ല. അമ്മ പറഞ്ഞു കാണും അവളെ പോയി വിളിച്ചോണ്ട് വരാൻ. ഇല്ല. എന്നിട്ട് പിന്നെ കണ്ണേട്ടന്റെ സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് 2 വഞ്ചിയിലും കാല് ചവിട്ടി നിൽക്കുവാ. മോളെ, മോളുടെ അച്ഛൻ മരിക്കുന്നത് വരെ എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ണനെ പോലും ഞാൻ ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളതാ. പക്ഷെ ആങ്ങളെന്ന് പറയുന്ന ഒരുത്തൻ ഉപദേശിച്ച് എന്റെ അമ്മയെ മാറ്റി. അതിനുശേഷം ഉണ്ണിയേട്ടനും മേഘനും ഒക്കെ പറയുന്നതനുസരിച്ചേ അമ്മ ജീവിച്ചിട്ടുള്ളൂ. ആ അമ്മയ്ക്കിനി മാറാൻ പറ്റില്ല. ഞങ്ങൾ അമ്പലത്തിലോട്ട് വരുമ്പോ പോലും പറയാറുണ്ട്, ഇവിടെ വെച്ച് പോലും നിങ്ങളെ കാണരുതേ എന്ന്. അങ്ങനെയുള്ള ഞങ്ങളുടെ മുന്നിലേക്ക് എന്തിനാ നിങ്ങൾ വരുന്നത്? ഇവിടോട്ട് വരുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ല. അയ്യോ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ അല്ല മോളെ. അതുകൊണ്ടാ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും അമ്മയെ കാണുന്നത് ഭയമായി പോയത്. അമ്മയ്ക്ക് ആരെങ്കിലും സ്നേഹിക്കണമെന്നുണ്ടെങ്കിലേ അങ്ങോട്ട് പൊക്കോ, ആങ്ങളയുടെ വീട്ടിലേക്ക്. അവിടെ ഒരു അമ്മായിയുണ്ട്, അവരുടെ മോളും ഉണ്ട്. കൂടാതെ ഒരുത്തനാണെങ്കിൽ അവശനായി കിടക്കുക, മുകളിലേക്ക് നോക്കി. മക്കളെക്കാൾ അവനെ ആയിരുന്നല്ലോ ഇഷ്ടം, ആ മുട്ടാളനെ. അവന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അവന്റെ അവസ്ഥ കണ്ട് കുറെ സമയം കരഞ്ഞ് നിലവിളിക്ക്. ഇവിടെ നിന്ന് കണ്ണീര് പൊഴിക്കാതെ. വരണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും കയറി വരുവാ. അതത്ര നല്ല കാര്യത്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും ശരി, നിന്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പലഹാരങ്ങളൊന്നും നീ കഴിക്കണ്ട. ഇപ്പൊ തന്നെ നിന്റെ ഏട്ടത്തിയെ തള്ളിമറിച്ചിട്ടത് കരുണയാണ്. ശരിക്കും പറഞ്ഞ വാമദേവനെയും പ്രതാപനെയും പോലെ അവളും ജയിലിൽ കിടക്കേണ്ടവളാ. പിന്നെ ലക്ഷ്മി മേഡത്തിന്റെ അനിയത്തി ആയി പോയതുകൊണ്ടാണ് അവൾക്കൊരു ആനുകൂല്യം കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു പോയാ അതിന്റെ കാരണക്കാരി നിന്റെ അമ്മയാണെങ്കിൽ അമ്മ എന്ന പരിഗണന കൊടുക്കേണ്ടി വരും. അവർക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ മനഃപൂർവ്വം അപകടം ഒഴിവാക്കിയേ പറ്റൂ. അവൾ അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും കരുതി അതിനെ കളയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ ചെയ്തതൊക്കെ അവളുടെ മനസ്സിലുണ്ട്. എല്ലായിടത്തും ഇപ്പൊ മഞ്ജുവിന്റെ അമ്മ പോകുന്നുണ്ടല്ലോ. സംസാരം കേട്ടിട്ട് അത്ര കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് കുഴപ്പം തന്നെയാ മഹി. സത്യം.
ഞങ്ങള് മഞ്ജുന്റെ വീട്ടിൽ പോയാ അവളുടെ അമ്മയെ പറ്റി തന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നെ. അപ്പോ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നോ? അകത്തോട്ടേക്ക് വരാൻ പറയണോ മഹി? നിന്റെ അമ്മായിയമ്മയാ. വരാൻ പറ. വാ വാ, അധിക സമയം നിക്കണ്ട. മഞ്ജു വിളിച്ചിരുന്നു. അവൾക്ക് കൊണ്ടുകൊടുത്ത പലഹാരം വലിച്ചെറിഞ്ഞു അല്ലേ? എന്തിനാ പലഹാരമായിട്ട് അങ്ങോട്ട് പോയത്? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മരുമോളുണ്ടല്ലോ വീട്ടില്, എല്ലാം അവൾക്കുണ്ടാക്കി കൊടുത്താ പോരെ? മോളെ, അവളെ ഞാനിപ്പോ മരുമോളായിട്ട് കാണുന്നില്ല. അതെന്താ കാണാത്തത്? നിങ്ങളുടെ സ്വന്തം മോന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോയ പലഹാരം എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോവാ. പക്ഷേ ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പ് വാങ്ങിയിരുന്നു. അതിവിടെ വെക്കുക. അത് വേണ്ടാന്ന് പറയല്ലേ മോളെ. നിങ്ങളുടെ കുഞ്ഞുടുപ്പും വേണ്ട, വല്ലുടുപ്പും വേണ്ട, കൊണ്ടുപോക്കോ. അത് കുഞ്ഞിനിട്ട് കൊടുക്കുമ്പോ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മോളെ. അത് സാരല്ല, അമ്മ അതവിടെ വെച്ചേക്ക്. ആ, ഇതാ കണ്ണേട്ടന്റെ മഹിയുടെ ഒക്കെ കുഴപ്പം. ഇവര് സ്നേഹിക്കുന്നവരും കണ്ണേട്ടന്റെ വീട്ടിന് പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇവരെയൊക്കെ അടിച്ചിറക്കിയിട്ട് വീട് വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്നിട്ട് അതൊന്നും ചെയ്യാതെ പറയുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും കണ്ണേട്ട ചെയ്തു കൊടുത്തിട്ട് ഒരു തരുമ്പ് സ്നേഹം പോലും കണ്ണേട്ടനോടും ലക്ഷ്മിയോടും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? മോളെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ വരെ. ഇപ്പൊ എനിക്ക് എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ പറഞ്ഞതല്ലേ മോളെ. നിങ്ങൾ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചാലേ നിങ്ങൾ എപ്പോഴാ ശരിക്കും ദുർഗയാവുന്നെന്ന് പറയാൻ പറ്റില്ല. മോളെ മോളെ മോളുടെ പൂജാമുറിയിലെ അയ്യപ്പ വിഗ്രഹത്തിന് നല്ല ശക്തിയുണ്ട്. അതെനിക്ക് പറയാം. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കണേന്ന് ഭഗവാനോട് ഞാൻ പറയാറുണ്ട്. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട് മോളെ എനിക്ക്. അതൊക്കെ ഹൃദയമുള്ളവരൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. ഇതിനി അമ്മയും കുഞ്ഞും തിരിച്ച് വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള അടവുമായിട്ട് വന്നതാണോന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ണേട്ടന്റെ അമ്മ മരിച്ചപ്പോ കണ്ണേട്ടന്റെ അച്ഛനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതേ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആ ദുഷ്ടനാ, നിങ്ങളുടെ ആങ്ങള. ആ സമയത്ത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കണ്ണേട്ടന്റെ അച്ഛൻ 4-5 നായ്ക്കുട്ടികളെ വീട്ടിൽ വളർത്തിയാൽ മതിയായിരുന്നു. എങ്കിലേ കണ്ണേട്ടന്റെ അച്ഛന്റെ കാലശേഷവും കണ്ണേട്ടനെ സ്വന്തം ജീവൻ കളഞ്ഞ് ആ ജീവികളെ സ്നേഹിച്ചേനെ. ഇത്തിരി ഭക്ഷണം മാത്രം അതിന് കൊടുത്താൽ മതിയായിരുന്നു. ഇതൊരു 2ാം ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അതിൽ 2 മക്കളും ജനിച്ചു, ഉണ്ണിയും മഞ്ജു. മഞ്ജു കഴിഞ്ഞ കുറെ നാള് വരെ നിങ്ങൾക്കൊപ്പമായിരുന്നു. എങ്കിലും അവളിപ്പോ മാറി. എന്നാ ഉണ്ണി എന്ന് പറയുന്ന നിങ്ങളുടെ മോൻ കണ്ണേട്ടന്റെയോ കണ്ണേട്ടന്റെ അച്ഛന്റെയോ സ്വഭാവം അല്ല കിട്ടിയിരിക്കുന്ന. അവന്റെ അമ്മാവന്റെ സ്വഭാവ ആ മേഘന്റെയും. ശരിയാ മോളെ, അവന് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. വെറുതെ പ്രയാസപ്പെടണ്ട. ഇനി കണ്ണേട്ടന്റെയും മഹിയുടെയും ഈ കുഞ്ഞുമോളുടെയും ജീവിതത്തില് ഞങ്ങൾക്കുണ്ട് കുറച്ചൊക്കെ സ്വാധീനം. അതുകൊണ്ട് പാവങ്ങളായ കണ്ണേട്ടനെയും മഹിയെയും മണ്ടരാക്കാമെന്ന് നിങ്ങളും നിങ്ങളുടെ മോനും മരുമോളൊന്നും വിചാരിക്കണ്ട. ആങ്ങളെ ജയിലിലായി. പിന്നെ അവിടുന്ന് റിമാൻഡിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ആങ്ങളെയും ആ ലോറി ഡ്രൈവർ ഇറങ്ങിക്കഴിഞ്ഞാ അവന്മാരെ 2നെയും കാണാൻ പുറത്ത് ആൾക്കാരുണ്ട്. 1-2 തവണ നിങ്ങളുടെ ഇളയ മോനെ തല്ലാനായിട്ട് മാർക്കോ പിടിച്ചതാ. എന്നിട്ടൊന്നും ചെയ്തില്ല കണ്ണേട്ടനെ ഓർത്ത്. മാർക്കോയുടെ കൈകൊണ്ട് ചാവണ്ടെന്ന് പറഞ്ഞേക്ക്. അമ്മ, കുഞ്ഞുടുപ്പ് അവിടെ തന്നെ ഇരിക്കട്ടെ. അമ്മ പൊയ്ക്കോ. ശരി മോളെ. കുഞ്ഞിന്റെ അടുത്തേക്കൊന്നും പോണ്ട, പൊയ്ക്കോ. ഇങ്ങനെ പോയാൽ അവർക്കറിയാം അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. നിൽക്കക്കള്ളിയിലത് വന്നതുകൊണ്ടാ അവർ പുതിയ വേഷം എടുത്ത് അണിഞ്ഞത്. എനിക്കങ്ങനെ തോന്നില്ലല്ലേക്കേ.
ഈ അടുത്തുണ്ടായ എല്ലാ സംഭവങ്ങളും അവരെ മാറ്റിയെന്നാണ് എന്റെ വിശ്വാസം. ആ മാറ്റിയാ കൊള്ളാം. ശ്രീപീഠേ സുരപൂജിത ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തു. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരേ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തു. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി ദേവി, എന്റെ കൊച്ചുമോളുടെ ഉണ്ണിക്കുട്ടന്റെയും ജീവിതത്തില് മഹാലക്ഷ്മി വരണേ. അവരുടെ ശത്രുക്കളുടെ എല്ലാം വീട്ടിലും മനസ്സിലും മൂദേവി കയറണേ. മൂദേവി കയറി കഴിഞ്ഞു. മോളെ, അയ്യോ, പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോഴേക്ക് എന്റെ മക്കളെയാണല്ലോ ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞത് കേട്ടോ? മൂദേവി കയറി കഴിഞ്ഞു എന്റെ ജീവിതത്തില്. വീണ്ടും വഴക്കിട്ടിട്ടാണോ മോള് വന്നത്? എനിക്കിഷ്ടപ്പെട്ട പലഹാരം പോലും ഉണ്ടാക്കി തരാൻ അവിടെ ആളില്ല. അമ്മായിയമ്മ പലഹാരം വറുത്തു കോരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തരാനല്ല, അവരുടെ മോൾക്ക് കൊടുക്കാൻ. ആ, അവളും ഗർഭിണിയാണല്ലോ. അവരെന്നോട് പറയാ അവരുടെ മോൾക്ക് കൊടുത്തതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചോളാം. അവളുടെ മോള് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനാണോ എന്റെ മോൾ അവിടെ നിൽക്കുന്നേ? ഇതൊക്കെ എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടാ. ഇവിടെ ഒരുത്തിയാണെങ്കിൽ മോള് ഗർഭിണിയാണെന്ന ഒരു ചിന്തയില്ലാതെ വേറൊരുത്തിയുടെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും മോഹിനിയുടെ വയറ്റിൽ പറഞ്ഞു തന്നെയല്ലേ നീയും? അവരെ പറ്റി ഒന്നും പറയണ്ട. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ ഇനി അത് നമ്മളായിട്ടുണ്ടാക്കേണ്ട കാര്യം എന്താ? പിന്നെ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ? ഇനി കോടതിയിൽ കേസ് നടത്തുമ്പോ കണ്ണേട്ടനും എന്റെ അമ്മായിയൊക്കെ നഷ്ടപരിഹാരം വേണ്ടാന്ന് പറഞ്ഞാലും വേറൊരാള് അത് ആവശ്യപ്പെടും. ആ, അതെനിക്കറിയാം, എനിക്കറിയാം. അവളല്ലേ ആ മഞ്ജു. അവൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളെ കൊണ്ട് ചോദിപ്പിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവളുടെ ഭർത്താവ് ആ ശാഗർ. അവരുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആരാ? നഷ്ടപരിഹാരം കിട്ടാൻ ഇപ്പൊ മറ്റാരെക്കാളും താല്പര്യം ഉണ്ണിയേട്ടനാ. ഉണ്ണിക്കുട്ടനോ? ആ അതെ, അയാള് അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത്രയൊക്കെ അവന് കൊടുത്തിട്ടും എന്റെ ദൈവമേ. മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്? അല്ല അല്ല മോളെ, ഞാൻ ഉണ്ണിയെ പറ്റി ആലോചിക്കായിരുന്നു. ശരിക്കും ഉണ്ണിക്കുട്ടൻ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടോ? അത് അയാൾ എന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അതുകൊണ്ട് ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങേര് വേണോന്ന് കോടതി പറയും. അവനെവിടെ ഉണ്ടോ? വീട്ടില്? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാം മോളെ. എനിക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണണം. എന്തിനാ അയാളെ കാണുന്നത്? വെറുതെ ഒന്ന് കാണണം. പിന്നെ ദുർഗയും കണ്ണനും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ താണു വീണ് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ വേഷം മാറിയിട്ട് വരാം.
നീ ഇതൊക്കെ തൂത്തു തുടയ്ക്കാതെ എങ്ങോട്ടടി ഓടിപ്പോയത്? മോള് എന്നെ ഒന്ന് കാണാമെന്നാണ് ദുർഗെ. ദേ, ഇവിടെ നീ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യരുത്. ഇവരുടെ അടുത്ത് പോയാലേ നീ അടുത്ത ബോംബുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ദുർഗെ, എന്റെ മോൾ ആകെ കോലം കെട്ടു പോയി. ഈ സമയത്ത് ഇവള് നല്ല പ്രസരിപ്പോടെ ഇരിക്കേണ്ടതാ. ഇവളും നിങ്ങളും പ്രസരിപ്പോടെ ഇരുന്നാലേ ബാക്കിയുള്ളവരുടെ പ്രസരിപ്പ് പോവും. എനിക്ക് ഉണ്ണി ഒന്ന് കാണണമായിരുന്നു ദുർഗെ. എന്തിനാ അവനെ കാണുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. റിമാൻഡിന്റെ കാലാവധി കഴിയുമ്പോ 2 എണ്ണവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ആ സമയത്തെ മകളെ കാണണമെന്നും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വരരുത്. ആ പ്രതാപൻ വന്നാലേ അവൻ പൊള്ളിയ മുഖവുമായിട്ട് തിരിച്ചു പോകത്തുള്ളൂ. അവനിനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല ദുർഗെ. അവൻ പുറത്തിറങ്ങിയാലും അധിക കാലമൊന്നും പുറത്തു നിൽക്കത്തില്ല. അവനെയും വാമദേവനെയും ആയുഷ്കാലം ഇനി അകത്ത് കിടത്തുവെന്ന് പ്രതിജ്ഞ ചെയ്തേക്കുക കണ്ണനും അനന്തും ഒക്കെ.